പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പഞ്ചമി, വരരുചി വിളിച്ചു. അതാ എൻ്റെ 12 മക്കളും ഒന്നിച്ചു വിളിക്കുന്നു. അമ്മേ എന്ന് നിലവിളിക്കുന്നു. എൻ്റെ മക്കളെ. പെട്ടെന്ന് പഞ്ചമി പൊട്ടിച്ചിരിച്ചു. മക്കളുടെ ഒന്നിച്ചുള്ള ശബ്ദം കാതിൽ അലയടിച്ചു. അമ്മേ, അമ്മേ, അമ്മേ. പഞ്ചമി തികച്ചും ഭ്രാന്തമായൊരു നോട്ടം ഭർത്താവിൻ്റെ നേർക്കയച്ചു. വരരുചി വിളറി വെളുത്തു നിന്നു. പെട്ടെന്ന് പഞ്ചമി പൊട്ടിക്കരഞ്ഞു. മക്കളെ, നിങ്ങളുടെ അമ്മ അബലയാണ്, സാക്ഷാൽ അബല. എൻ്റെ 12 മക്കളെ, ഈ അമ്മയ്ക്ക് ബലം തരൂ. അച്ഛന് തരാൻ കഴിയാത്ത ബലം ഹതഭാഗ്യയായ ഈ അമ്മയ്ക്ക് തരൂ. പെട്ടെന്ന് ഇടിവെട്ടി, മിന്നലുണ്ടായി. പഞ്ചമി ശവക്കല്ലറയുടെ നേരെ നീങ്ങി. അതിൽ തലവെച്ച് അവൾ ഒരു മയക്കത്തിലാണ്ടു. ഇല്ലത്തെ മുറ്റത്ത് കുഞ്ഞോമനകൾ ഓടിക്കളിക്കുന്നു. അതാ അവരുടെ അച്ഛൻ വരുന്നു. കുട്ടികൾ ഓടി അണയുന്നു. ഏറ്റവും ഇളയ 2 കുഞ്ഞുങ്ങളെ വരരുചി ചുമലിലെടുത്തു വയ്ക്കുന്നു. അമ്മേ, അച്ഛൻ വന്നു, മൂത്ത മകൻ വിളിച്ചു പറയുന്നു. അച്ഛൻ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? കൽക്കണ്ടം, മുന്തിരിങ്ങ, കസവുമുണ്ട്, വീരാളിപ്പട്ട്. അച്ഛാ, എനിക്കോ? ചുമലിലിരിക്കുന്ന കുഞ്ഞുമോൾ ചോദിച്ചു. മോൾക്കൊരു വൈരക്കല്ലുമാല ചക്രവർത്തി സമ്മാനിച്ചതാണ്. വരരുചി മകളെ താഴെ ഇറക്കി. മകനെയും മാലയെടുത്ത് അവളുടെ കഴുത്തിലണിഞ്ഞു. എനിക്കും മാല വേണം, എനിക്കും വേണം, ഓരോരുത്തരും ആവശ്യപ്പെടാൻ തുടങ്ങി. വരരുചി ഭാണ്ഡത്തിൻ്റെ കെട്ടഴിച്ചു. മുത്തുമാലകൾ പുറത്തെടുത്തു. എല്ലാവരെയും അണിയിച്ചു. എന്താ പഞ്ചമിയൊന്നും ചോദിക്കാത്തത്? വരരുചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിളയാടി. ചോദിക്കാതെ തന്നെ തരുമെന്നറിയാം. ഒരു ചെപ്പ് തുറന്ന് ഒരു പൊൻകാപ്പ് പുറത്തെടുത്ത് വരരുചി പറഞ്ഞു. കൈനീട്ടു. വരരുചി ഭാര്യയുടെ വലത്തെ കൈയിൽ കാപ്പണിയിച്ചു. വേഗം പോയി കുളിച്ചു വരൂ. വല്ലതും കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? പഞ്ചമി ചോദിച്ചു. ഭക്ഷണം കഴിക്കണം, പക്ഷേ ചില ദുർഘടങ്ങളൊക്കെ ഉണ്ട്. 100 ആളുകൾക്ക് ഊണ് കൊടുക്കണം അല്ലേ? 1000 കറി വേണം അല്ലേ? വീരാളിപ്പട്ട് വേണം, ആളുകളെ തിന്നണം അല്ലേ? എല്ലാം നടക്കും. പോയി കുളിച്ചു വരൂ. അവിടെ പൊട്ടിച്ചിരികൾ മുഴങ്ങി. അച്ഛനും അമ്മയും ചിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാവാതെ കുട്ടികൾ അന്തം വിട്ടു നിന്നു. പഞ്ചമി, വരരുചിയുടെ ശബ്ദം. പഞ്ചമി സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. പകച്ചു ചുറ്റും നോക്കി അവൾ പിടഞ്ഞെഴുന്നേറ്റു. വരൂ, നമുക്ക് പോകാം. വരരുചി പഞ്ചമിയോടൊപ്പം നടന്നു. അമ്മേ, അമ്മേ. കല്ലറയിൽ നിന്നും മകൻ വിളിക്കുന്നുണ്ടെന്ന് പഞ്ചമിക്ക് തോന്നി. അവൾ ഒരു നിമിഷം നിന്നു. നടക്കൂ പഞ്ചമി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.